റഫറൻസുകളുടെ മാലപ്പടക്കം എന്ന പേരിൽ ബബ്ബ സിനിമയിലെ റഫറൻസുകളെക്കുറിച്ചും കട്ടാക്കിയ സീനുകളെക്കുറിച്ചും സംസാരിച്ച വീഡിയോയുടെ രണ്ടാം ഭാഗമാണിത്. ആദ്യ ഭാഗ വീഡിയോ കോപ്പിറൈറ്റ് സ്ട്രൈക്കിനാൽ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനം ആ വീഡിയോ കാണാവുന്നതാണ്. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമായിരുന്നു, തിയേറ്റർ വേർഷനിൽ നിന്നും വ്യത്യസ്തമായി കൊണ്ടാണ് OTT വേർഷൻ റിലീസായത്. അതിന് കാരണമായത് സീനുകൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടും മാറ്റിയിട്ടുമാണ്. അത്തരത്തിലുള്ള 2 രംഗങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മൂന്നാമത് മറ്റൊരു രംഗം കൂടി ഉണ്ടായിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് അറസ്റ്റിലായതിനു ശേഷം അമ്മ സംഘടന ഒരു യോഗം ചേരുന്നുണ്ട്. അതിൽ പങ്കെടുത്ത നടൻ പൃഥ്വിരാജ് സുകുമാരൻ മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ഒരു സംഭവങ്ങളെല്ലാം തന്നെ മുഴുവനായിട്ടും ഈ സിനിമയിൽ ട്രോളുന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി ഉപയോഗിച്ചത് ധ്യാൻ ശ്രീനിവാസന്റെ കഥാപാത്രത്തെയാണ്. അതിൽ ധ്യാനിന്റെ കഥാപാത്രത്തെ ആദ്യമായി കാണിക്കുന്നത് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതായിട്ടാണ്. ഈ 2 ഷോട്ടിനിടയിൽ ഒരു രംഗം സിനിമയിൽ നിന്നും പൂർണ്ണമായും കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അത് പൃഥ്വിരാജ് പറഞ്ഞ ഡയലോഗുകൾ ധ്യാൻ ശ്രീനിവാസൻ ആവർത്തിക്കുന്നതായിരുന്നു. ഈ സംഭവത്തോടുള്ള എന്റെ നയം എന്താണെന്നും എന്റെ ആവശ്യങ്ങൾ എന്താണെന്നും ഞാൻ അകത്തുന്നയിക്കും. തുടർന്ന് അവരുടെ ഭാഗത്ത് നിന്നൊരു സ്റ്റേറ്റ്മെന്റോ പ്രതികരണമോ ഉണ്ടാകുമെന്നാണ് എന്റെ പ്രതീക്ഷ. തുടർന്ന് അവിടെ നിന്നൊരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു പ്രതികരണം ഉണ്ടാകുമെന്നാണ് എന്റെ പ്രതീക്ഷ. അതുണ്ടായില്ലെങ്കിൽ ചിലതൊക്കെ എനിക്ക് നിങ്ങളോട് പറയാം. അതല്ലാത്ത പക്ഷം എന്റെ പ്രതികരണം സിനിമ റിലീസായ ശേഷം ഈ സംഭവങ്ങളെ കുറിച്ചെല്ലാം തന്നെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം OTTയിൽ നിന്നും ഒഴിവാക്കിയത്. സിനിമയിൽ കാണിച്ച മറ്റൊരു റെഫറൻസ് പിണറായി വിജയന്റെയും ഭീമൻ രഘുവിന്റെയുമാണ്. ഒരു വേദിയിൽ പിണറായി വിജയൻ സംസാരിക്കുമ്പോൾ ഭീമൻ രഘു മാത്രം എഴുന്നേറ്റ് നിന്ന സംഭവം വൈറലായ ഒരു വാർത്തയായിരുന്നു. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ചടങ്ങിൽ മുഖ്യമന്ത്രി പ്രസംഗിച്ച മുഴുവൻ സമയവും എഴുന്നേറ്റ് നിന്ന് ആദരവ് പ്രകടിപ്പിച്ച് നടൻ ഭീമൻ രഘു. മതസ്പർദ്ധയുണ്ടാക്കാനും സാമുദായിക ചേരിതിരിവ് സൃഷ്ടിച്ച് സാറിന്റെ അടുത്ത് ഇച്ചിരി നന്നായിട്ട് ആദരവ് കാണിക്കണം. കാരണം ഞാൻ അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യുന്നു. സിനിമയിൽ ഈ സംഭവത്തെ സൂചിപ്പിക്കുന്നതായിരുന്നു നോബിയുടെ കഥാപാത്രം സിനിമയിലെ മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്നതായി കാണിക്കുന്നത്. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഹോളിവുഡിലെ ഏറ്റവും ഫേമസ് ആയ ഒരു സിനിമയാണ് ടേക്കൺ. ആ സിനിമയിലെ ഒരു രംഗം തന്നെ ഈ സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ട്രെയിനിങ്ങിലൂടെ ഞാൻ ഉണ്ടാക്കിയെടുത്ത എന്റെ സ്കിൽസ്. ആ സിനിമയിലെ ഈ ഒരു ഫോൺ കോൾ രംഗം എല്ലാവരും ഓർക്കുന്ന ഒന്നാണ്. എന്റെ എക്സ്പീരിയൻസ്. ആ ഡയലോഗുകൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടാണ് വിനീത് ശ്രീനിവാസന കഥാപാത്രം സംസാരിക്കുന്നത്. ഇതൊക്കെ വെച്ച് ഞാൻ നിന്നെ കണ്ടുപിടിക്കും. ഞാൻ നിന്റെ അടുത്ത് വരും. ഞാൻ നിന്നെ കൊല്ലും. സ്ഫടികം സിനിമയുടെ മറ്റൊരു റെഫറൻസ് കൂടി ബബ്ബ സിനിമയിലുണ്ടായിരുന്നു. ഈ ഒരു വണ്ടിയിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു മാലയാണത്. ആടുതോമയുടെ ചെകുത്താൻ ലോറിയിലും ഇത്തരത്തിലൊരു മാല തൂക്കുന്നതായിട്ടുള്ള രംഗമുണ്ട്. ഈ സിനിമയിലെ മോഹൻലാലിന്റെ കഥാപാത്രത്തിന്റെ വാഹനത്തിൽ അതേ മാല കൊണ്ടുവരുമ്പോൾ ആ ഒരു സിനിമയാണ് നമുക്ക് ഓർമ്മ വരിക. ദിലീപിന്റെ കംബാക്ക് എന്ന പേരിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ബബ്ബ. പക്ഷേ പ്രേക്ഷകർ പലർക്കും ആ സിനിമ ഇഷ്ടപ്പെട്ടില്ല. ആ സിനിമയിൽ ഒരുപാട് റെഫറൻസുകളുണ്ട്. അവയെക്കുറിച്ചും OTT വേർഷനിൽ നിന്നും കട്ടാക്കിയ ചില രംഗങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സിനിമ റിലീസായ ശേഷം ഒരുപാട് വിവാദങ്ങളുണ്ടായിരുന്നു. അത്തരം സംഭവങ്ങളെല്ലാം തന്നെ ഒഴിവാക്കാൻ വേണ്ടി OTT വേർഷനിൽ പലതും കട്ട് ചെയ്തിട്ടുണ്ട്. സിനിമയുടെ തുടക്കത്തിൽ ബേസിൽ ജോസഫിന്റെ നരേഷനിൽ തളപതി നഗർ എന്നൊരു സ്ഥലം കാണിക്കുന്നുണ്ട്. എന്നാൽ തിയേറ്റർ വേർഷനിൽ അത് അങ്ങനെയായിരുന്നില്ല. അത് ദളപതി കോളനി എന്നും കോളനി എന്ന വീടിന് മുകളിൽ ക്രോസ് മാർക്ക് ചെയ്തിട്ടുമാണ് കാണിച്ചത്. ഇതൊന്നും ആയിരുന്നില്ല പ്രധാന വിവാദം. നടിയെ തട്ടിക്കൊണ്ടുപോകൽ കേസിനെ അധിക്ഷേപിക്കും വിധം ഒരു രംഗം സിനിമയിലുണ്ടായിരുന്നു. അതിന്റെ കൂടെ ഒരു ഡബിൾ മീനിങ് അഡൾട്ട് ജോക്കും കൂട്ടിച്ചേർത്തിരുന്നു. നൂറിൻ ഷെരീഫിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു എഴുത്തുണ്ടാകാൻ പാടില്ലായിരുന്നു എന്നാണ് പലരും സോഷ്യൽ മീഡിയ വഴി പ്രതികരിച്ചത്. അതുകൊണ്ടായിരിക്കാം ആ രംഗങ്ങളെല്ലാം തന്നെ OTT വേർഷനിൽ നിന്നും കട്ട് ചെയ്ത് ഒഴിവാക്കി. ധ്യാൻ ശ്രീനിവാസന്റെ ഇൻട്രൊഡക്ഷന് ശേഷമായിരുന്നു ആ രംഗം ഉണ്ടായിരുന്നത്. അണ്ണന്റെ തട്ടിക്കൊണ്ടുപോകലിന്റെ മുൻകാല എക്സ്പീരിയൻസിനെ കുറിച്ചാണ് അവർ പറയുന്നത്. അവൻ ആദ്യമായിട്ട് കിഡ്നാപ്പ് ചെയ്തത് ലളിതാംബികയായിരുന്നു. തന്റെ കറുത്ത മറുകിന് 100 അഴകാണെന്ന് നാട്ടുകാർ പറയാറുണ്ടായിരുന്ന ലളിതാംബിക. ഈ 2 രംഗങ്ങൾക്കിടയിൽ ഒരു സ്ത്രീയെ വാനിൽ തട്ടിക്കൊണ്ടുപോകുന്ന രംഗമുണ്ടായിരുന്നു. അതിനുശേഷം ഒരു ഡബിൾ മീനിങ് രംഗവും ഉണ്ടായിരുന്നു. എന്നിട്ട് അവളെ അവൻ എന്ത് ചെയ്തു? കൊണ്ടുപോയി ഒരുപാട് കറക്കാനോ? പശു പിന്നെ കറക്കൂലേ? ലളിതാംബിക പശുവാണോ? പിന്നെ ആരെന്ന് വിചാരിച്ചു? ഞങ്ങളുടെ പൊളിറ്റിക്കലല്ല, കറക്റ്റാ. ഈ 2 രംഗങ്ങളും OTT വേർഷനിൽ പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടു. അത് അവർക്ക് പറ്റിയൊരു തെറ്റാണെന്ന് അവർക്ക് സ്വയം ബോധ്യപ്പെട്ടത് കൊണ്ടായിരിക്കാം OTT വേർഷനിൽ അത് കാണിക്കാതിരുന്നത്. മെറ്റാ റെഫറൻസുകളുടെയും മൂവി റെഫറൻസുകളുടെയും ഒരു അഴിഞ്ഞാട്ടം തന്നെയാണ് ഈ സിനിമയിലുള്ളത്. കട്ടാക്കിയ രംഗത്തിന് ശേഷം നേരെ പോകുന്നത് ഒരു കാറ്റിൽ ഫാമിലേക്കാണ്. അതിന്റെ പേര് ദേവൂസ് കാറ്റിൽ ഫാം എന്നാണ്.
2000 പുറത്തിറങ്ങിയ തെങ്കാശിപട്ടണം സിനിമയിലെ ദിലീപിന്റെ ഏറ്റവും നല്ലൊരു കോമഡിയായിരുന്നു ഈ രംഗങ്ങൾ. അതിൽ പശുവിന്റെ ശബ്ദത്തിൽ കാവ്യാമാധവൻ അവതരിപ്പിച്ച ദേവു എന്ന കഥാപാത്രത്തെ വിളിക്കുന്ന രംഗങ്ങളുമുണ്ട്. അതിനെയെല്ലാം ഓർമ്മിപ്പിക്കും വിധമുള്ള ഒരു പേരാണ് കാറ്റിൽ ഫാമിന് നൽകിയതും. ഈ അടുത്തിറങ്ങിയ ദിലീപ് സിനിമകൾ പലതും പരാജയങ്ങളായിരുന്നു. അതിന്റെ പ്രധാന കാരണം അതിലെ ഔട്ട്ഡേറ്റഡ് കോമഡികളാണ്. അതിനെക്കുറിച്ച് പല സിനിമാ റിവ്യൂവേഴ്സും പറയുന്ന ഒരു കാര്യമാണ് ദിലീപ് ഇപ്പോഴും പഴത്തൊലിയിൽ ചവിട്ടി വീഴുന്ന കോമഡികളാണ് ചെയ്യുന്നതെന്ന്. അതിനെതിരെയുള്ള പുച്ഛമാണ് ഈ രംഗത്ത് കാണിക്കുന്നത്. അതൊക്കെ പണ്ട്. കൂടാതെ തന്നെ ഈ സിനിമ അങ്ങനെ ആയിരിക്കില്ല എന്നും പറയുന്നുണ്ട്. പിന്നെ ഈ സിനിമ എങ്ങനെ ആയിരിക്കുമെന്ന് സിനിമയുടെ പേരെഴുതി കാണിക്കുമ്പോൾ തന്നെ ഒരു ബ്രില്യൻസിലൂടെ പറയുന്നുമുണ്ട്. സിനിമയുടെ ഫോർത്ത് വാൾ ബ്രേക്ക് ചെയ്യും പോലെയുള്ള ഒരു മെറ്റാ റെഫറൻസ് ആയിരുന്നു ധ്യാൻ ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനും തമ്മിലുള്ള പല രംഗങ്ങളും. വിനീത് ശ്രീനിവാസനെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കളിയാക്കുന്ന ഒരു കാര്യമാണ് ചെന്നൈ സ്റ്റാർ എന്നത്. പക്ഷേ ഇവൻ ചെന്നൈന്നേ വരൂ. ഈ സിനിമയിൽ ഒരുപാട് ഭാഗത്ത് അതിനെക്കുറിച്ച് പറയുന്നു. ചെന്നൈന്ന് കേട്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നീ ചെന്നൈന്ന് വന്നല്ലേ? വിനീതിന്റെ ഇൻട്രൊഡക്ഷന് മുമ്പായി ദേവൻ ഇത്തരത്തിൽ ചില ഡയലോഗുകൾ പറയുന്നുണ്ട്. ദിലീപിന്റെ കഥാപാത്രവും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സിനിമയിൽ ധ്യാനിന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചതോ ഇന്റർവ്യൂ സ്റ്റാർ എന്ന പേരിൽ തന്നെയാണ്. നാട്ടുകാരെ വിളിക്കുന്നത് ഇന്റർവ്യൂ സ്റ്റാർ എന്നാണ്. അതിനെക്കുറിച്ചെല്ലാം തന്നെ വിനീതിന്റെ കഥാപാത്രം ഒരുപാട് രംഗങ്ങളിൽ പറയുന്നുണ്ട്. ഞാൻ പുറത്തിറങ്ങി ഒരു ഇന്റർവ്യൂ കൊടുത്താലുണ്ടല്ലോ സാറിന് എന്റെ ഇന്റർവ്യൂവിന്റെ ഇമ്പാക്ട് അറിയില്ല. അച്ഛൻ ശ്രീനിവാസനെ കുറിച്ചും വിനീത് ശ്രീനിവാസനെ കുറിച്ചുമുള്ള പല കാര്യങ്ങളും ധ്യാൻ ശ്രീനിവാസൻ പല ഇന്റർവ്യൂകളിലും പറയാറുണ്ട്. അതിനെല്ലാം ഓർമ്മിപ്പിക്കും വിധമുള്ള ഡയലോഗുകളാണ് വിനീതിന്റെ കഥാപാത്രത്തിന് ഈ സിനിമയിൽ നൽകിയിട്ടുള്ളത്. സോഷ്യൽ മീഡിയയിൽ വിനീതിനെ കുറിച്ചുള്ള ചില അഭിപ്രായങ്ങളെ കുറിച്ചും ധ്യാനിന്റെ കഥാപാത്രം ഈ സിനിമയിൽ പറയുന്നുണ്ട്. അവൻ ഭൂലോക ഉടായിപ്പ. അവൻ മാത്രം ഒരു നന്മമരം, നമ്മളൊക്കെ ഉടായിപ്പോ. ശരിയാ. അപ്പൂപ്പൻ ആൻഡ് ദി ബോയ്സിലെ ഫോർഗോട്ടൻ മലയാളം സീരീസിലൂടെ പ്രേക്ഷകർ വീണ്ടും ഏറ്റെടുത്ത 3 താരങ്ങളെ ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ദേവനാണ് അതിൽ ഒന്നാമൻ. ദേവൻ അവർ നൽകിയ ദേവ്ജി എന്ന പേര് തന്നെയാണ് സിനിമയിലെ കഥാപാത്രത്തിന് നൽകിയിട്ടുള്ളത്. സോഷ്യൽ മീഡിയയിൽ വൈറലായ ദേവന്റെ ഗോവ എന്ന സിനിമയിലെ ഒരു ഡയലോഗും ഈ സിനിമയിൽ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് നിന്നോട്. അതിപ്പോ പറയാൻ കഴിയില്ല. മറ്റൊരു റിയാസ് ഖാനാണ്. റിയാസ് ഖാന് ഒരു ഡിജെയുടെ റോളാണ് നൽകിയത്. അദ്ദേഹത്തിന്റെ അടിച്ചു കയറിയ സ്റ്റൈലിൽ ഒരു ഡയലോഗും ഈ സിനിമയിലുണ്ട്. മറ്റൊരു സ്റ്റാർ അത് വിജയ് മേനോനാണ്. മാഡ് സയന്റിസ്റ്റായി അറിയപ്പെടുന്ന അദ്ദേഹത്തെ ഈ സിനിമയിലും കൊണ്ടുവന്നിട്ടുണ്ട്. ഷെട്ടി അടക്കമുള്ള ഒരുപാട് കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയ ആളാണ് വിജയ് മേനോൻ. അദ്ദേഹം ഒരു കാലത്ത് സ്ഥിരം ഡോക്ടറായിട്ടും സൈക്കോ ആയിട്ടും ഒക്കെയാണ് സിനിമയിൽ വരാറുള്ളത്. അതിനെക്കുറിച്ച് ഒരു ഫോർത്ത് വാൾ ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ ഒരു രംഗം ഈ സിനിമയിലുണ്ട്. ആരായിരിക്കും? കൂടാതെ അദ്ദേഹത്തിന്റെ ഐക്കോണിക് ഡയലോഗുകളും ഈ സിനിമയിലുണ്ട്. പല ദിലീപ് സിനിമകളുടെയും റെഫറൻസുകൾ ഈ സിനിമയിൽ കാണാം. 2004 പ്രിയദർശൻ ചിത്രമായ വെട്ടത്തിൽ നന്ദു പൊതുവാൾ അവതരിപ്പിച്ച ആ ഒരു കഥാപാത്രത്തെ ഈ സിനിമയിലേക്ക് വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട്. അതേ സീനിന്റെയും ഡയലോഗിന്റെയും റീക്രിയേഷൻ ആയിരുന്നു ഈ രംഗത്ത് കാണിച്ചത്. രജനീകാന്തിന്റെ ഒരു ഐക്കോണിക് ഡയലോഗ് ഈ സിനിമയിൽ ദിലീപ് പറയുന്നുണ്ട്. 1990 മമ്മൂട്ടി ചിത്രമായ കളിക്കളം സിനിമയിൽ അതിന്റെ ഇന്റർവെൽ പഞ്ച് രംഗം ഇത്തരത്തിലായിരുന്നു. കള്ളൻ പോലീസിനെ വിളിച്ചുകൊണ്ട് ഫോണിലൂടെ സംസാരിക്കുന്ന അതേ ഒരു ഡയലോഗ് തന്നെയാണ് ഈ സിനിമയിൽ ദിലീപും പറയുന്നത്. വീണ്ടും സന്ധിക്കും വരെ വണക്കം. ദിലീപിന്റെ മാസ് കഥാപാത്രങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് 2004 ജോഷി സംവിധാനം ചെയ്ത റൺവേയിലെ വാളയാർ പരമശിവം. ഈ സിനിമയിൽ നായകന്റെ ഇൻട്രൊഡക്ഷനിൽ തന്നെ ഒരു ലോറി കാണിക്കുന്നുണ്ട്. അതിൽ വാളയാർ എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. കൂടാതെ റൺവേ സിനിമയിലെ ഒരു രംഗം അങ്ങനെ തന്നെ ഈ സിനിമയിൽ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ചഞ്ചൽ എന്ന പേരുള്ള ഒരു ലോറിയുടെ മുമ്പിൽ ജിപ്സിയുമായി വരുന്ന വാളയാർ പരമശിവത്തിന്റെ രംഗം നാം ഓർക്കുന്നതാണ്. അതേ പേരുള്ള ലോറിയുമായി ഒരു ചേസ് രംഗം ഈ സിനിമയിലും കാണാം. നരസിംഹം സിനിമയിലെ പാട്ട് മാത്രമല്ല, അതിലെ ദാ കാണുന്ന പറയുന്ന ഈ ഒരു സംഭവം ഈ സിനിമയിലുണ്ട്. ദിലീപ് സിനിമകളിൽ നിന്നും വന്ന മറ്റൊരു കഥാപാത്രത്തിന്റെ ക്രോസ് ഓവറാണ് അഡ്വക്കേറ്റ് മുകുന്ദൻ ഉണ്ണിയുടേത്. 2004 പുറത്തിറങ്ങിയ ലാൽ ജോസ് ചിത്രമായ മീശമാധവനിലെ ആ ഒരു കഥാപാത്രത്തെ ഈ സിനിമയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അതിലെ അതേ സോഡാ രംഗം ഈ സിനിമയിൽ റീക്രിയേറ്റ് ചെയ്തിട്ടുമുണ്ട്. 2022 അഭിനവ് സുന്ദർ സംവിധാനം ചെയ്ത വിനീത് ശ്രീനിവാസൻ ചിത്രമായ അഡ്വക്കേറ്റ് മുകുന്ദൻ ഉണ്ണി റിലീസാവുന്നത്. ആ സിനിമയെക്കുറിച്ചും ഇതിൽ പറയുന്നുണ്ട്. അഡ്വക്കേറ്റ് മുകുന്ദൻ ഉണ്ണി അതായത് ഒറിജിനൽ മുകുന്ദൻ ഉണ്ണി വിനീത് ശ്രീനിവാസന്റെ കഥാപാത്രമല്ല, അത് സലീം കുമാറിന്റെ കഥാപാത്രമാണെന്നാണ് ഈ ഡയലോഗിലൂടെ സൂചിപ്പിക്കുന്നത്. സിനിമയിൽ കാണിച്ച മറ്റൊരു മമ്മൂട്ടി റെഫറൻസ് അത് ന്യൂഡൽഹി സിനിമയുടേതാണ്. GK എന്ന കഥാപാത്രത്തെ കുറിച്ചും ആ സിനിമയുടെ കഥയുമാണ് ഈ സിനിമയിൽ പറയുന്നത്. സിനിമയുടെ കഥയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കള്ളൻ
പിന്നീടാണ് സിനിമയിലേക്ക് മോഹൻലാലിന്റെ കഥാപാത്രം വരുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് സിനിമയിൽ പല മോഹൻലാൽ സിനിമകളുടെയും റെഫറൻസുകളാണ്. ലൂസിഫർ സിനിമയിലെ ഒരേ ഒരു രാജാവ് ഡയലോഗ് ഉണ്ട്. അവരുടെ ഒരേ ഒരു രാജാവായിരുന്നു ഒരേ ഒരു രാജാവ്, ഒരേ ഒരു രാജാവ്. ഒരു കാരണവുമില്ലാതെ മുണ്ടുമടക്കി കുത്തലും മീശപിരിയും സിനിമയിൽ കാണിക്കുന്നുണ്ട്. രാവണപ്രഭു സിനിമയിലെ 2 റെഫറൻസുകളാണ് സിനിമയിൽ ചേർത്തിട്ടുള്ളത്. അതിലൊന്ന് ഈ ഒരു രംഗമാണ്. അതങ്ങനെ തന്നെ ഈ സിനിമയിൽ വെറുതെ കാണിച്ചിട്ടുണ്ട്. മറ്റൊന്ന് രാവണപ്രഭുവിലെ ഈ ഒരു ഡയലോഗ് രംഗമാണ്. പേരാണ് ചോദിച്ചതെങ്കിൽ കാർത്തികേയൻ, മംഗലശ്ശേരി നീലകണ്ഠൻ കാർത്തികേയൻ. സാറിന്റെ പേരാണ് ഉദ്ദേശിച്ചെങ്കിൽ ഗില്ലി ബാല. ഈ ഒരു കഥാപാത്രത്തിന് വേണ്ടി ആ ഒരു ഡയലോഗ് ചെറുങ്ങനെ ഒന്ന് മാറ്റി എഴുതി. ക്യാമറ ആംഗിൾ പോലും അതുപോലെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. എം.എൻ. കാർത്തികേയൻ, എം.എൻ. നമ്പ്യാരല്ല, ദില്ലി ബാലയല്ല, ഗില്ലി ബാല. 95-ലെ സൂപ്പർ ഹിറ്റ് ചിത്രമാണ് ഭദ്രൻ സംവിധാനം ചെയ്ത സ്ഫടികം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രംഗമാണ് തോമാച്ചന്റെ മുണ്ടു പറിച്ചുള്ള അടി. അതൊരു കാട്ടിൽ വെച്ചുകൊണ്ട് ഈ സിനിമയിൽ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയ മോഹൻലാലിന്റെ ഒരു ഡാൻസ് രംഗമായിരുന്നു ഒന്നാമൻ സിനിമയിലെ ഈ ഒരു രംഗം. ആ രംഗം അതുപോലെ തന്നെ ഈ സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് അഭിനയിച്ച ഫാസിൽ ചിത്രമാണ് ഹരികൃഷ്ണൻസ്. അതിൽ അവർ രണ്ടുപേരും ഒരുമിച്ച് വരുന്ന ഒരു ഫ്രെയിം ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ മാസ് BGM ചേർത്തുകൊണ്ട് വൈറലായി മാറ്റിയ ഒരു രംഗമായിരുന്നു അത്. ആ ഒരു രംഗം അതുപോലെ തന്നെ ഈ സിനിമയിലും കൊണ്ടുവന്നിട്ടുണ്ട്. മോഹൻലാലിന്റെ കൈ പോലും അഭിനയിക്കുമെന്ന് പറയുന്ന ഒരു രംഗമാണ് ദശരഥം സിനിമയിലെ ഈ രംഗം. അതിനെ വരെ ഇതിലേക്ക് കൊണ്ടുവന്ന ഒരു കോമഡിയാക്കി മാറ്റിയിട്ടുണ്ട്. ഒരുപാട് സിനിമാ റെഫറൻസുകൾ ഇതിൽ കുത്തിക്കയറ്റിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിജയ്യാണ്. 2004 പുറത്തിറങ്ങിയ വിജയുടെ ഗില്ലിയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഗില്ലി ബാലയും ഗില്ലി യൂണിവേഴ്സിറ്റിയും ഗില്ലി ബോയ്സും എല്ലാം തന്നെ അതിലുണ്ട്. മറ്റൊന്ന്, ഈ സിനിമയിൽ ഒരുപാട് സിനിമകളിലെ വാഹനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ദിലീപിന്റെ പേരെഴുതി കാണിക്കുമ്പോൾ ദിലീപ് പണ്ട് അഭിനയിച്ച സിനിമകളിലെ വാഹനങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് പോകുന്നതായി കാണിക്കുന്നുണ്ട്. പറക്കും തളികയിലെ താമരാക്ഷൻ പിള്ളയുണ്ട്, കൊച്ചി രാജാവിലെ ഓട്ടയുണ്ട്, റൺവേയിലെ ഈ ഒരു ജിപ്സി ഉണ്ട്. അതുപോലെ തന്നെ മിസ്റ്റർ ബട്ട്ലർ സിനിമയിൽ ഉപയോഗിച്ച ഈ ഒരു കാറ് പോലും അതിൽ കാണിക്കുന്നുണ്ട്. സിനിമ മുഴുവനായിട്ടും വിജയ് സിനിമയിൽ ഗില്ലി ഉപയോഗിച്ച വാഹനം എന്ന പേരിലാണ് ഈ ഒരു വാഹനത്തെ സിനിമയിൽ കാണിക്കുന്നത്. സിനിമയിൽ മൂസ കാർ കാണിക്കുന്നുണ്ട്. ഓട്ടോ എന്ന സിനിമയിലെ സുന്ദരി എന്ന ഓട്ടോ കാണിക്കുന്നുണ്ട്. പയ്യ സിനിമയിലെ കാറ് കാണിക്കുന്നുണ്ട്. രാജമാണിക്യം സിനിമയിലെ മമ്മൂട്ടിയുടെ കാർ പോലും കാണിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഇച്ചാക്കയുടെ രാജമാണിക്യം. ഹോളിവുഡിൽ നിന്നും ഒരു വാഹനവും ഈ സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. മാഡ്മാക്സ് സിനിമകളിലൂടെ ഫേമസ് ആയ ഈ ഒരു വണ്ടിയും ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. റെഫറൻസുകളുടെ അതിപ്രസരമാണ് ഈ കാണാൻ കഴിയുക. ഈ ഒരു രംഗം ഏത് റെഫറൻസ് ആണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ കമന്റ് ചെയ്യുമല്ലോ. 4 ചുവരുകളിലും ഒതുങ്ങിക്കൊണ്ടതല്ല അവന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും. നല്ല മേക്കിംഗ് ക്വാളിറ്റി ഉണ്ടായതുകൊണ്ട് മാത്രം ഒരു സിനിമയും രക്ഷപ്പെടാൻ പോകുന്നില്ല. നല്ലൊരു തിരക്കഥയാണ് വേണ്ടത്. ഒരുപാട് റെഫറൻസുകൾ വരുമ്പോൾ സിനിമ സ്പൂഫായി മാറുമെന്ന് നമ്മൾ പണ്ടേ പറഞ്ഞതാണ്. ലൂസിഫർ സിനിമയിൽ ഡേർട്ടി ബിസിനസ് എന്ന റെഫറൻസ് എല്ലാം തന്നെ എത്ര നന്നായിട്ടാണ് അവർ കാണിച്ചത്. റെഫറൻസ് കാണിക്കാനായി സീൻ ഉണ്ടാക്കുമ്പോഴാണ് അവ മുഴച്ചു നിൽക്കുന്നത്. സിനിമയിൽ കാണിച്ച ഫ്ലാഷ് ബാക്ക് രംഗങ്ങളോട് പ്രേക്ഷകന് കണക്ട് ചെയ്യാനേ സാധിച്ചില്ല. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഫ്ലാഷ് ബാക്കിന്റെ ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല. ഒരു വട്ടൻ വന്നുകൊണ്ട് എല്ലാം ചെയ്തു പോകുന്നു കാണിച്ചിരുന്നെങ്കിൽ ഇതിനും നന്നായേനെ. ഈ ഒരു സിനിമയെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യുമല്ലോ. സിനിമയിൽ കാണിച്ച മറ്റു റെഫറൻസുകളെ കുറിച്ചും കമന്റ് ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.